അന്ന് കല്യാണ പാർട്ടിക്ക് വായിച്ചതിന് സാറ് പറഞ്ഞ് അങ്ങനെ ചുമ്മാ അങ്ങനെ കയറി വായിക്കാൻ പാടില്ല പൈസ ഇല്ലാതെ. ഇനി സാറായതാണ് അധ്യാപകനായതാണ് പേയ്മെന്റ് ഉണ്ടാകുന്നത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയാണ് 47%. വിഘ്നേഷ് ശരിക്കും അധ്യാപകനാണ്. ഇവിടെ കോട്ടയ്ക്കകത്ത്, അതായത് തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുള്ള സത്രം സ്കൂളിലെ ഓട്ടിസം സെൻറ്ററിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഇൻ്റലക്ച്വലി 47% ഡിസബിലിറ്റി ഉള്ള ആളാണ്. പക്ഷേ ഈ വായന കേട്ടാൽ പറയില്ല. വിഘ്നേഷിൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് വന്നേക്കുന്നത്. ആദ്യം പഠിക്കുമോ എന്നുള്ള ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. പടം വരയ്ക്കുമായിരുന്നു നന്നായിട്ട്. വരച്ചുകൊണ്ടിരിക്കുമ്പം തൊട്ടടുത്ത് സംഗീത ക്ലാസ്, അതിൻ്റെ അകത്ത് തന്നെ സംഗീത ക്ലാസ് വയലിലുള്ള ഇത് കണ്ടിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് കുപ്പി ഈർക്കിലിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വാ കൊണ്ട് മിമി ചെയ്യുമായിരുന്നു. ഞാൻ 3 മണിക്ക് ഞാൻ എണിച്ചാൽ റെക്കോർഡൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ രാവിലെയും പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കിടന്ന് പ്രാക്ടീസൊക്കെ ഉണ്ട്. ഇടയ്ക്കൊരു ക്ഷേത്രത്തിൽ വിളിച്ചായിരുന്നു. അപ്പം കൂട്ടുകാരനാണ് വിളിച്ചത്. അപ്പം പേയ്മെൻ്റ് ഇല്ല, ഒന്ന് വായിക്കാൻ പറഞ്ഞ് വായിച്ചപ്പോൾ ഇവൻ വായിക്കുന്നത് കണ്ടിട്ട് ഒരു ചെറിയ പേയ്മെൻറ്റ് മൊമെൻറ്റോ പൊന്നാടയൊക്കെ തന്ന് ആദരിക്കുകയൊക്കെ ചെയ്ത്. ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞെങ്കിലും നന്നായിട്ട് വന്നെങ്കിൽ അത്രയ്ക്ക് ഒരു സന്തോഷമാണ് നമുക്ക്. കുറച്ചുകൂടി നന്നായിട്ട് നന്നാവണമെന്ന് നമ്മുടെ പ്രാർത്ഥനയുണ്ട്. പൂജപ്പുര വൈകല്യ പഠന കേന്ദ്രത്തിൽ തന്നെ പോയത്. അവിടെ ഭയങ്കര ഇംഗ്ലീഷ് ആയിരുന്നു. ടീച്ചറൊക്കെ വഴക്ക് പറഞ്ഞേ, നീ എന്തിങ്ങനെ എന്നൊക്കെ പറയും, വഴക്ക് പറയൊക്കെ ആയിരിക്കും. അവൻ പഠിക്കാത്ത ആളൊന്നും അല്ല, അവന് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല, അവന് ഇരിക്കുന്നില്ല. പോയൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ ഏതൊരു പഠിച്ചു മഹാദേവനൊക്കെ പഠിച്ചു. അവൻ ഇനിയും പഠിക്കാൻ പോലും തുടങ്ങിയില്ല. സാപ്പാസ് അവന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. അമ്മ, വിഘ്നേഷിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരും. വിഘ്നേഷിന് ശരിക്കും ഇപ്പോൾ കുറച്ച് മ്യൂസിക്കിലൊക്കെ കുറച്ച് സ്കില്ലുണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. വിഘ്നേഷിന്റെ എന്താണ് എബിലിറ്റി, എന്താണ് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാമോ? ബുദ്ധിമുട്ട് മറ്റുള്ള കുട്ടികൾ ഇപ്പോൾ കുഞ്ഞിനാളിലെ ഒക്കെ ആദ്യം എഴുതി തുടങ്ങുമ്പം എഴുതുന്നത് കുറച്ചുകൂടി ലേറ്റായിട്ടാണ്. നമ്മൾ കൈ പിടിച്ച് എഴുതിപ്പിക്കണം ഒരുപാട് പ്രാവശ്യം, എങ്കിലേ അവൾ എഴുതുകയുള്ളായിരുന്നു. ഒക്കെ പഠിക്കാൻ കുറേ ഡിലേ ആയിരുന്നു.